ഹായ് ഡിയേഴ്സ്, ഓപ്പോസിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള ഒരു കുർത്തിയാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ എല്ലാവരും തന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്തിയാണ് ഇട്ടുകൊണ്ട് നടക്കാറുള്ളത്. അതിൻ്റെ ടോപ്സും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അതിന് ചെറിയൊരു ഫ്രില്ല് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കോട്ടൺ ആണ് കുറച്ചുകൂടെ നമുക്ക് തയ്ക്കാനായിട്ട് കംഫർട്ട്. അതുകൊണ്ട് ഞാൻ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കോട്ടൺ തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് അജ്രക് മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറെ സ്റ്റോക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. മിനിമം 2 പീസാണ് എടുക്കണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. പിന്നെ ഇഷ്ടമുള്ള പീസ് അത്രയും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകവും പുറമുള്ള നല്ല മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് നൈറ്റ് മെറ്റീരിയൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം വേണ്ടത് ഇത് രണ്ടായിട്ടൊന്ന് മടക്കി വെക്കുക. ഇത് 290ൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾ ഒരു 2.5 മീറ്റർ എടുത്താൽ മതിയാവും തുണി വാങ്ങുവാണെങ്കിൽ. ഇനി നമുക്ക് ലെങ്ത് എടുത്ത് കൊടുക്കാം. അപ്പോൾ ലെങ്ത്ത് ആവശ്യത്തിന് എത്രയാണോ അത് നമുക്ക് എടുത്തു കൊടുക്കാം. ഇതിപ്പോൾ 290ൻ്റെ മെറ്റീരിയലാണ്. നമ്മൾ സ്ലീവ് വേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല. എങ്കിൽ കൂടി നമുക്കൊരു മെറ്റീരിയൽ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ച് മാത്രം ഒന്ന് ഞാൻ കട്ട് ചെയ്യുകയാണ്. ബാക്കി നമുക്ക് സ്ലീവിൻ്റെ ഭാഗമായിട്ട് സൈഡിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഫുള്ള് കട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഇതുപോലെ ഇട്ട് കൊടുത്തു. ലെങ്ത്ത് ഞാൻ 45 എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 46 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് അകലം 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഷോൾഡർ ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാരണം തയ്ച്ച് വരുമ്പോഴത്തേക്കും ഷോൾഡർ പിന്നെയും കുറഞ്ഞു പോകും. അതുകൊണ്ട് കൃത്യ അളവിന് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആം ഹോള് ഞാൻ 6.25 എടുത്തത്. ഇനി ചെസ്റ്റ് വണ്ണം 38. അപ്പോൾ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 കൊടുത്തു. 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 11.5 കൊടുത്തു. ആം ഹോൾ കർവ് ഞാൻ 1.5 കൊടുത്തു. ഷേപ്പ് ലെങ്ത്ത് 13.5, സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 19.5. അതൊക്കെ ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഷേപ്പ് വണ്ണം 8ഉം 7.5 വരുന്നത്. പിന്നെ 9.5 ഇഞ്ച് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ലിറ്റിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ 9.5, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 10.5 നമുക്കിവിടെ കൊടുക്കാം. ഇനി നന്നായിട്ട് കർവ് ചെയ്ത് ഇതേപോലെ മുട്ടിച്ച് വരയ്ക്കുക. ഇനി താഴ്ഭാഗം നമുക്ക് 9.5 അല്ലായിരുന്നോ സ്ലിറ്റിൻ്റെ അവിടെ, 2 ഇഞ്ച് കൂട്ടി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ചെടുത്തു. ഇനി ഇത് നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് പീസ് ഒരുപാട് മിച്ചം വരുന്നുണ്ട്. ആ ഭാഗം മാത്രം മതി നമുക്ക് സ്ലീവിന് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ സൈഡ് കട്ട് ചെയ്തു. ഇനി ഈ ഭാഗവും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തു. ഇനി മിഡിൽ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുഴിച്ച് കട്ട് ചെയ്യുമോ ഒന്നും ചെയ്യുന്നില്ല, അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീനെക്കും ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നല്ല ഷോൾഡർ വീതി കുറഞ്ഞ് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് അത് റെഡിയാക്കി എടുക്കാം. ഇനി സ്ലീവാണ് വേണ്ടത്. അപ്പോൾ സ്ലീവ് നമുക്ക് ഈ ഭാഗത്ത് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ തുമ്പ് മാത്രം മതി. അപ്പോൾ ഏറ്റവും തുമ്പ് ഭാഗം എടുക്കുകയാണെങ്കിൽ നമുക്ക് മിച്ചം പീസ് വെറുതെ കളയണ്ടല്ലോ. ഇതേപോലെ ഏറ്റവും എൻഡ് ഭാഗം മാത്രം മതി. കാരണം ചെറിയ സ്ലീവാണ്, നമ്മൾ ചെറിയ ഫ്രിൽസൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ടു. ഒന്നുകൂടെ ഞാൻ മടക്കി. അപ്പം ഫോൾഡ് ചെയ്ത് 4 ഫോൾഡാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? 4 ഫോൾഡ് ആയ ഭാഗമാണ് നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ ഞൊറിവിന് വരുന്നത്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത്ത് നമുക്ക് നോക്കാം. ഒരു സ്ലീവിന് നന്നായിട്ട് ലെങ്ത്ത് വെക്കണം. കാരണം നമുക്ക് ഞൊറിവിട്ട് വരുമ്പോൾ തികയാതെ വരരുത്. അഥവാ കൂടിയാലും നമുക്ക് കട്ട് ചെയ്ത് കളയാം. 22 ടോട്ടൽ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വിഡ്ത്ത് നമുക്ക് ഒരു 1.25 1.5 ഒക്കെ നമുക്ക് എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. നിങ്ങൾക്ക് ചെറിയതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 1.5 മാർക്ക് ചെയ്തു. താഴെ നമുക്ക് തീരെ ചെറുതായിട്ട് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലേക്ക് ആ 1.5യിലേക്ക് മുട്ടിക്കാം. കണ്ടോ, ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടെ തയ്യൽ തുമ്പിട്ടിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനൊരു പൊടിക്ക് മാത്രം തയ്യൽ തുമ്പിട്ട് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. ഏകദേശം അതേ അളവ് തന്നെ. കത്രിക ഒന്ന് സൂക്ഷിച്ചോണം. കാരണം കത്രിക ഇങ്ങനെ കയറി ഒന്ന് വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂർച്ച പോകും. ഇപ്പോൾ കട്ടിയുള്ള തുണി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കത്രിക മൂർച്ച പോകരുത്. അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഞാൻ കാണിച്ചു തരാം. അതിലൊരു പീസ് ഞാൻ ഇതുപോലെ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു സ്ലീവിന് വരുന്നത്. കണ്ടോ, ഇത് ഇങ്ങനെ മടക്കി വെച്ചാണ് നമ്മൾ ഷോൾഡറിലേക്ക് യോജിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും തുണി എടുക്കാനില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതുപോലെ തയ്ക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വീതിയിൽ തന്നെ ഇഷ്ടമുള്ളത് മടക്കി തയ്യൽ തുമ്പ് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തുമ്പൊന്നും
നമുക്ക് തയ്ക്കേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ ഫ്രില്ല് വെച്ച് നമുക്കങ്ങോട്ട് പോയാൽ മതി. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും. പിന്നെ ചിലർക്ക് ഇതേ മോഡലല്ല ഇഷ്ടം, മുകളിൽ നിന്ന് താഴെ വരെയും ഇങ്ങനെ ഫ്രില്ല് ഒരേപോലെ നിൽക്കുന്ന അളവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കെയിൽ പോലെ തന്നെ നേരെ അങ്ങ് കട്ട് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ ചെറുതാക്കി താഴോട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞു. ഞാൻ ലൈനിങ് ഒന്നും വെക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇനി നെക്കിൻ്റെ അളവ് ഞാൻ 3 കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഇറക്കം നമ്മളിപ്പോൾ 6 ആണെങ്കിൽ വി നെക്ക് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് നമ്മൾ എടുക്കണം, അതായത് 6.5 എടുക്കണം. അപ്പോൾ 6.5 എടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ 7 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി 7 ഇഞ്ച്. മനസ്സിലായി? സാധാരണയിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ നെക്ക് ഇങ്ങനെ കുറുകി പോകും. പിന്നെ നമുക്ക് വി നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. വി നെക്ക് കറക്റ്റ് വി അല്ല, നമ്മൾ കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മിഡിൽ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് കർവ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. കറക്റ്റ് വി ചിലരൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ മേളിലേക്ക് കയറിയിരിക്കുന്ന പോലെയും ശരീരത്തിന് ഷേപ്പ് ഇല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നും. അതിലും നല്ല ഭംഗിയാണ് ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള നെക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇതേപോലെ 1/2 ഇഞ്ച് നടുക്കൂന്ന് നമ്മൾ കർവ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. കണ്ടോ, ഇത് തയ്ച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ബാക്ക് സൈഡാണ്. അപ്പം നെക്ക് നമ്മൾ കുറച്ച് വലിപ്പത്തിൽ എടുക്കണം, എന്ന് വെച്ച് ഓവറായിട്ട് വലിപ്പം ആവരുത്, അല്പം വലിപ്പത്തിൽ. അപ്പോൾ അതായത് ബാക്ക് സൈഡ് ഞാൻ 5 ഇഞ്ച് ഇറക്കം വെച്ചിട്ടുണ്ട്, എങ്കിൽ മാത്രമേ ഷോൾഡർ നമുക്ക് നല്ല തിന്നായിട്ടുള്ളത് എടുക്കാനായിട്ട് പറ്റൂ. ഒരുപാട് വീതി കൂട്ടിയ ഷോൾഡർ നമുക്ക് ഈ വി നെക്കിന് ചേരത്തില്ല. അപ്പോൾ ഒത്തിരി ചുളിവ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ ഒരുപാട് ഇങ്ങനെ താഴേക്ക് ഇടിഞ്ഞ് കിടക്കുന്ന പോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നെക്ക് ഇത്തിരി വലിപ്പവും ഷോൾഡർ ഇത്തിരി ചെറുതുമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കണ്ടല്ലോ, നെക്ക് ഫ്രണ്ട് നെക്ക് 6.5യും ബാക്ക് നെക്ക് 5ഉമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. ബാക്കിയെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഒരുമിച്ച് എല്ലാം കൂടെ എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഇടാനും എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ്. ത്രോട്ടിന് പെട്ടെന്ന് തന്നെ പെയിൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും 2 വീഡിയോ ആയിട്ട് ഇടുന്നത്. പിന്നെ നമ്മുടെ അറിയാമല്ലോ, കടയിൽ ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് നല്ല തിരക്കാണ്. മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ റിപ്ലൈ അയക്കുന്ന സമയത്ത് ഞാൻ ബില്ലും അയക്കുമ്പോൾ ഒരു 15 മിനിറ്റ് ടൈമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പരാതിയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ കൊടുക്കാനേ സമയമുള്ളൂ. എനിക്ക് എൻ്റെ സമയം അനുസരിച്ചല്ലേ ബില്ലിടാൻ പറ്റൂ. ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ നമുക്കതനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റാറില്ല. പിന്നെ നമ്മൾ കുറച്ച് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രമിച്ച് നോക്കാം കേട്ടോ, നമ്മുടെ സമയം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജനുവരി മുതൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മളെന്തായാലും വീഡിയോ ഇടും കേട്ടോ, എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബൈ.